ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷിക്കുകയാണെന്ന് വിചാരിക്കുകയാണ്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഞങ്ങളിന്ന് രസമായിട്ട് പോകുന്നു. ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആക്കി വെച്ചാൽ മോനെ സ്കൂളിലേക്ക് അയക്കുന്നത്. അപ്പം വ്യാഴാഴ്ച മുതൽ വെള്ളിയാഴ്ച അല്ല ശനിയാഴ്ചത്തെ കാര്യങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണും. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. വീഡിയോ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് നല്ലൊരു നാടൻ പുളിഞ്ചി ഉണ്ടാക്കുന്നതും പിന്നെ കുട്ടികൾക്ക് കാടമുട്ട പൊരിക്കുന്നതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജിതുമോനെ വ്യാഴാഴ്ച സ്കൂളിലേക്ക് അയക്കാൻ കേട്ടോ. അവന് തീരെ സുഖമല്ല എന്ന് പറഞ്ഞാൽ തീരെ സുഖമല്ല. അവൻ്റെ തലയിൽ എന്തൊക്കെയും മുറികളും ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ. കുത്തിപ്പഴുത്ത് മുറിയൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവൻ ലീവാക്കിയിട്ട് പിന്നെ അവൻ എന്നെ പോകണം എന്നൊരു ഇതിനോട് കാണിച്ചിട്ടോ. പോകണം എല്ലാവരും പോയി, ഞാൻ മാത്രമുള്ളൂ പോകുകയാണ്. അങ്ങനെ അവനക്ക് സ്കൂൾക്ക് പോകണം, ഇവിടെ നിന്നൂടെ തന്നെ. പിന്നെ മൂത്ത കുട്ടിയും പോയി, മിന്നിയും പോയി, എല്ലാവരും പോയി, ഞാൻ മാത്രമുള്ളതാണ്. ഇപ്പം അങ്ങനെ ഒരു നിലക്കുന്ന സമ്മതിക്കില്ല കേട്ടോ. ഞാൻ പറഞ്ഞേക്കാനാവില്ല എന്നൊക്കെ വിചാരിച്ചില്ല. അപ്പോൾ അവന് പോകണം. അപ്പം അങ്ങനെ പോട്ടെ വിചാരിച്ച യൂണിഫോമൊക്കെ മാറ്റി റെഡിയാക്കി ഞാൻ അവനെ പറഞ്ഞേക്കട്ടോ. അപ്പോൾ പാത്രത്തിൻ്റെ ഇടയിൽ മീൻ പോകുന്നത് സൗണ്ട് കേട്ടിരുന്നു. പൂച്ച ഓടുന്നതാണ് കേട്ടോ കണ്ടത്. അപ്പം അങ്ങനെ മോനെ പറഞ്ഞിട്ടാണ് എനിക്ക് ഒട്ടും സമാധാനമില്ല, മനസ്സൊരു സ്വസ്ഥതയില്ല. പോകണ്ട കാര്യമായിട്ടപ്പോൾ അവൻ്റെ തലയിൽ മുറി വന്നിട്ട് ഇങ്ങനെ മുടിയൊക്കെ മുട്ട ആക്കിയതാണ് കേട്ടോ. അപ്പോൾ കാണാനൊരു ഇതൊന്നുമില്ല, പക്ഷേ ആ ഒരു ഇത് വന്നിട്ട് ചുറുമുടിയൊക്കെ അത് കുട്ടി പിടിച്ചാതെ ഏട്ടാ അങ്ങനെയുണ്ട് മുടി കളയെ വിചാരിച്ചു അങ്ങനെ കളഞ്ഞതാണ്. അപ്പോൾ അവൻ്റെ വണ്ടി വരാനായിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കാത്തുക്കണം തൊപ്പിയൊക്കെ ഇട്ട് പറഞ്ഞേക്കണം ഞാൻ വിചാരിച്ചു. പിന്നെ തൊപ്പി അവനും വേണ്ട വിചാരിച്ചു. പിന്നെ ഞാൻ കരുതി തൊപ്പി ഉണ്ടായാലും പിന്നെ കാറ്റുള്ളില്ല, വിങ്ങലും ഇതൊക്കെ ഇക്കാരം കുമ്മലും വിങ്ങലൊക്കെ ഉണ്ടാവും വിചാരിച്ചൊന്ന് കാറ്റിട്ട് ഇങ്ങനെ പണഞ്ഞിട്ടേ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വിചാരിക്കാൻ നേരം മാറിയിട്ട് പോകുന്നില്ല. എന്താണാവും എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആർക്കെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് അറിയാം. ഇപ്പോൾ ഏതായാലും പറഞ്ഞേക്കട്ടെ വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞയച്ചും ചെയ്തു. പിന്നെ എനിക്കൊരു സമാധാനമില്ല കേട്ടോ. ടീച്ചർ വിളിച്ച് പറഞ്ഞു, ഞാൻ ടീച്ചർക്കും വിളിച്ചിരുന്നു. അപ്പോൾ ടീച്ചറിനോട് ചോദിച്ചു വരുന്നുണ്ട് ഉച്ചക്ക് കഴിക്കാനാണ്. പിന്നെ ഞാൻ ഹോമിയോനെ കാണിച്ചില്ല, അത് രാവിലത്തതോട് കൂടി കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയുണ്ട് കാര്യങ്ങൾ. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ ഡോക്ടറെ ഞാൻ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഡോക്ടറിനോട് കരപ്പല്ല് പെട്ടതാണ്. പിന്നെ ഇത് ശനിയാഴ്ച കേട്ടോ. നിനക്കും പനി ജിതുമോൻ ഇങ്ങനെയാണ് അവസ്ഥ, രണ്ടാക്കൊന്നും കഴിക്കാൻ വേണ്ട. അപ്പോൾ നിന്നുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചക്ക് എനിക്ക് പുളിഞ്ചി മതി. അങ്ങനെ ഞാൻ പുളിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 4 പുളി എടുത്തിട്ടുണ്ട്. പിന്നെ അതിക്ക് വെളുത്തുള്ളി ഏലക്കായി പിന്നെ എന്താ അത് തന്നെ ഇട്ട് എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി ഏലക്കായി പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി അത് എടുത്തിട്ടുണ്ട്. അതൊക്കെ നിന്ന് മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചെടുക്കണം കേട്ടോ. പിന്നെന്താ അതിലേക്ക് കുറച്ച് നല്ല ജീരകം ആവശ്യം, അതും കൂടി ഒന്നായിട്ടുണ്ട് അരച്ച്. കുറേ ദിവസമായി ഇഞ്ചിപ്പുളി നമ്മൾ ഈ പുളിഞ്ചി ഇതൊക്കെ പറഞ്ഞ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ ഈ സംഭവം കുട്ടികൾക്ക് പനിയായിട്ടുണ്ട്. പിന്നെ അച്ചാർ ഇതൊക്കെയാണല്ലോ അവർക്ക് കഴിക്കാൻ ഇഷ്ടം. പിന്നെ അതൊന്നും ഇല്ല കേട്ടോ. പിന്നെ ആരും അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഞാൻ നിന്നിട്ടില്ല. അപ്പോൾ അവർക്ക് ഇങ്ങനെ പറഞ്ഞ തന്നെ ആയിക്കോട്ടെ വിചാരിച്ച് ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ നമുക്ക് തുടങ്ങട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മണ്ണിൻ്റെ ഒരു ചട്ടി അടുപ്പത്ത് വെക്കുകയാണ്. എപ്പോഴും പുളിയില്ല സാധനമൊക്കെ ആകുമ്പോൾ എപ്പോഴും നമുക്ക് മൺചട്ടി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റേതെന്താ പെട്ടെന്ന് ഓളും വരും ഇങ്ങനെ ആ പുളി ഇതൊക്കെ തട്ടിക്കാണ്ട് അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ കുറച്ച് ഉണ്ടായ സംഭവം ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ചട്ടി ചൂടായതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചപ്പോഴേക്ക് തീ ഇങ്ങനെ ആകതായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറക്കാനും മറന്നിട്ടുണ്ട്. ഇങ്ങോട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക. അളവും കാര്യങ്ങളൊന്നും ഇല്ല എൻ്റെ ഒരു സുമാനനുസരിച്ച്. പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവയും ചേർത്തിട്ട് നന്നാക്കിയിട്ട് മിക്സ് ചെയ്യട്ടെ. പിന്നെ എന്താ കറിവേപ്പില അതൊക്കെ അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇട്ട് ഞാൻ ഉണ്ടാക്കുന്ന രീതി അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് വിടാനൊന്നും മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരും പിന്നെ തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി അനേബിൾ ചെയ്ത് വെക്കട്ടെ. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടിക്കോളും.
അപ്പോഴിതാ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇതാങ്ങി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച വെളുത്തുള്ളി പിന്നെ ഏലക്കായ് ഇഞ്ചി നല്ല ജീരകം കൂട്ടിയ പേസ്റ്റ് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ കൈകി ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉലുവൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉലുവ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉലുവപ്പൊടി ഇതൊക്കെ പഞ്ചസാരയും കൂട്ടി ഇതാക്കി പൊടിച്ച് വെച്ച ഇതുണ്ടായിരുന്നു കേട്ടോ. അത് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇനി എന്തൊക്കെയാണ് ചേർക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇനി നമ്മൾ കഴുകി വെച്ച പുളിയാണ് കഴുകിയല്ല വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള പുളി ഇട്ടെടുക്കട്ടോ. അപ്പോൾ കുരുവൊക്കെ കുത്തിക്കളഞ്ഞതുകൊണ്ട് തന്നെ ഇനി വല്ലാതെ പിഴിഞ്ഞെടുക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. പിന്നെ ഞാൻ കഴുകിക്കാണ്ടിട്ടുണ്ട് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. അങ്ങനെ അധികം കഴുകാനൊന്നും പറ്റൂലെങ്കിലും ഞാൻ കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നാക്കി പിഴിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കുരുമില്ല. അപ്പോൾ അതങ്ങനെ അത് ഞാൻ ഇങ്ങനെ പിഴിഞ്ഞാണ്ട് വിചാരിച്ചു. പിന്നെ ഞാൻ ഒന്നായിട്ട് തന്നെ ഇട്ടെടുത്തിട്ടോ. ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നാക്കിയിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ ഓരോന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിങ്ങനെ വീഡിയോ കട്ട് ചെയ്ത് ഇങ്ങനെ നമ്മൾ കുറേ എഡിറ്റ് ചെയ്ത് പോകുമ്പോൾ കട്ട് ചെയ്ത് അത്യാവശ്യമുള്ള ഭാഗങ്ങളാണല്ലോ നമ്മൾ എടുക്കുക. അങ്ങനെ ഇതാ മൂടി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഏകദേശം ഇത്ര ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് എന്തൊക്കെയാണ് ചേർക്കേണ്ടത് കുറച്ച് പൊടി ചേർക്കട്ടെ. അപ്പോൾ ഇതൊരു ഇതായി കിട്ടുള്ളൂ, ടൈറ്റായി കിട്ടുള്ളൂ. അപ്പോൾ ഒരു ആട്ടപ്പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ആണെങ്കിൽ അരിപ്പൊടി ചേർത്താലും മതി, മൈദപ്പൊടി ആണെങ്കിൽ അങ്ങനെ ചേർത്താലും മതി. അപ്പം ഞാൻ ഇവിടെ ആട്ടപ്പൊടിയായിട്ട് ചേർത്തിട്ടുള്ളത്. അങ്ങനെ 2 സ്പൂൺ, ആ ഒരു സ്പൂണിൽ 2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തില്ല. അപ്പം എൻ്റെ കയ്യിലാണെങ്കിൽ ശർക്കര ഒന്നുമില്ല കേട്ടോ. അപ്പം ശർക്കര ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ പഞ്ചസാരൻ്റെ കാരമൽ സിറപ്പ് ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതിലേക്ക് കായപ്പൊടിയും കുറച്ചിട്ട് കൊടുക്കുക. അപ്പം കായപ്പൊടി ആണെങ്കിൽ നിൽക്കിട്ടും കിട്ടുന്നില്ല. അപ്പോൾ അതാ ലാസ്റ്റ് കിട്ടിയതാണ് കേട്ടോ. കുറേ കുലുക്കിയിട്ടൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയതാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിലേക്ക് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശർക്കരപ്പാനിയാണ് വേണ്ടത്. അപ്പം അതില്ല, ശർക്കര ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒന്നുമില്ല. അതിപ്പോൾ കൊണ്ടുവച്ചാലും ഇവിടെ നിൽക്കുന്നില്ല കേട്ടോ. മക്കളെടുത്ത് കഴിക്കും. നിനക്ക് അത്ര ഇഷ്ടമല്ല. ജിതുമാനാണെങ്കിൽ ശർക്കര എന്ന് ഓരോ പൊട്ടിങ്ങനെ അവന് കൊടുക്കണ്ടേ. അപ്പോൾ പഞ്ചസാരൻ്റെ ഞാൻ ഇതാക്കിയതുകൊണ്ട് കാരമൽ സിറപ്പ് ഉണ്ടാക്കിയതാണ്. ഇങ്ങനെയല്ല ഈ പറയാ. ഞങ്ങൾക്കിത് ഉണ്ടാക്കാത്തതുകൊണ്ട് അതിന് പറ്റുമെന്നും അറിയില്ല. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ആകെ ഒട്ടിപ്പിടിച്ച് ആകെ മിഠായി ആയിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ നൂലെടുത്ത് വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് കിട്ടിയതുണ്ടാകും. അപ്പം ഞാൻ ഈ ക്യാമറയ്ക്ക് നോക്കിയാണ്ട് ചെയ്തത് തോന്നുന്നുണ്ട്. എന്തായാലും പുറത്തേക്കാണ് ചാടിയിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ എടുത്ത് മക്കൾക്ക് കൊടുക്കാനല്ലേ. അപ്പം ഇങ്ങനെ ഇവർ കഴിക്കട്ടെ വിചാരിച്ചു. പിന്നെ ഞങ്ങൾക്കൊക്കെ എനിക്കും ഉമ്മാക്കും പിന്നെ അവിടെ കറിയും ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കറി ഉണ്ടാക്കാൻ പോയില്ല. അപ്പോൾ രണ്ടാക്കായിട്ട് ഇപ്പം ഉണ്ടാക്കണ്ടല്ലോ. അപ്പം അങ്ങനെ മക്കൾക്കാണെങ്കിൽ പൊടിയരിക്കഞ്ഞിയും പുളിഞ്ചി ശർക്കരപ്പുളി എന്ന് പറയും. ശർക്കരപ്പുളി എന്ന് പറയാൻ പറ്റില്ല. ഇതിലിപ്പം ശർക്കര ഇല്ലാതെ പുളിഞ്ചി എന്നേ പറയാൻ പറ്റുള്ളൂ അല്ലേ. അങ്ങനെ ഈ പഞ്ചസാര കൊണ്ട് ഉണ്ടാക്കിയ കാരമിക്സും ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളാണെങ്കിൽ ഇത് കഴിക്കട്ടോ. അതിൻ്റെ ഇതൊക്കെ എടുത്തുകൊണ്ട് അതിൻ്റെ നൂലൊക്കെ എടുത്ത് ഒന്ന് കഴിക്കണം. അപ്പോൾ അത് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാണ്ട് നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിട്ട് ഒരു ബൗളിലേക്ക് തന്നെ മാറ്റി കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പോ മുന്തിരിയൊക്കെ ഇട്ടുകാണ്ട് ഇങ്ങനെ ഇതാക്കട്ടോ, എണ്ണയിലിട്ട് വറുത്തക്കാണ്ട് വെച്ചെടുക്കാം. പിന്നെ ഉണക്കൽ മുളകൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഇട്ടെടുക്കാം. ഞാൻ ഉണ്ടാക്കുന്നില്ല. അപ്പം ഞാൻ ഇവിടെ കുട്ടികൾക്ക് മുളകും ഇതൊന്നും പറ്റാത്തത്. പിന്നെ പുളിഞ്ചിയല്ലേ, അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ നമ്മളെ ഇഞ്ചിപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ മക്കൾക്ക് ഞാൻ കഞ്ഞി കൊടുത്തു. അപ്പോൾ പഞ്ചസാര എനിക്ക് പോരാൻ തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു തുള്ളി ഇതാണെങ്കിൽ ഭയങ്കര പുളിയാണ്. അത് ശർക്കര പുളി ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇതല്ല കേട്ടോ. പുളിഞ്ചി ഉണ്ടാക്കാൻ പറ്റിയൊരു പുളിയല്ല. ഇത് കറിയൊക്കെ ഇട്ടെടുത്താൽ തന്നെ പെട്ടെന്ന് ഒരു കഷ്ണം ഇട്ടെടുത്താൽ തന്നെ കറിക്ക് നല്ലൊരു ഇതാണ് കേട്ടോ. അത് ഈ ശർക്കര പുളിഞ്ചി പറഞ്ഞാൽ അതിന് സംഗതിയല്ല കേട്ടോ. അതിലേക്ക് ഇട്ടിട്ട് ശർക്കര തീരുന്നല്ലാതെ യാതൊരു ഇതുമില്ല. അപ്പോൾ നല്ല പഞ്ചസാരയൊക്കെ തീരും. അപ്പോൾ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ചില്ലേ മധുരം ഇതിനായിട്ടില്ല. പക്ഷേ ഇത് പുളിയല്ലാത്തതുകൊണ്ട് മധുരപ്പുളിയല്ല, ഇതൊരു പുളിയാണ്, പുളിയാണ് കറിക്കൊക്കെ പറ്റിയ. അപ്പം എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഭക്ഷണം ചോറ് കഞ്ഞിക്കൊക്കെ അവർ ഉഷാറായിട്ട് കൂട്ടി. ജിതുമോനും പിന്നെയും വേണം പറഞ്ഞിട്ട് അവനും കൂട്ടി. അങ്ങനെ അവർക്ക് കഞ്ഞിക്ക് അത് കൊടുത്തിട്ട് അപ്പം ഇത് ലാസ്റ്റ് ജിതുമോന് ഞാൻ ബോൾ കളിക്കണം അവൻ്റെ അപ്പം നമുക്ക് ബോൾ കളിക്കല്ലേ ആണ് എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട്. ഞാൻ അവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക, വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ. അതിൽ എന്നെ വിളിക്കുകയാണ് അവന്. അങ്ങനെ അവൻ്റെ ഒപ്പം വെറുതെ അങ്ങനെ ചെറുതായിട്ട് കളിക്കാൻ വന്നാട്ടോ. അപ്പം അങ്ങനെ അവൻ്റെ ഒപ്പം കളിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ഒന്നിനും അയക്കൂല. അവൻ്റെ ഒപ്പം ഇങ്ങനെ കൂടി കൊടുക്കാം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ.
അവനാണെങ്കിലും മുറ്റത്ത് ഇറങ്ങി കളിക്കുന്നതാണ് ഇഷ്ടം. അപ്പം ഞാനിനി സമ്മതിക്കാതിരിക്കുക. പിന്നെ തലയിൽ ഇതൊക്കെ മുറി ദേശമൊക്കെ പിടിക്കുക വിചാരിച്ചിട്ട് അങ്ങനെ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി വൈകുന്നേരമായിട്ടോ. അപ്പോൾ രാത്രിക്കത്തെ ഫുഡൊക്കെ എന്താ കൊടുക്കാന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. പിന്നെ പുളിഞ്ചി ഇതൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കട്ടോ. അപ്പം ജിതുമോന് ഞാൻ എന്താ കാടൻ മുട്ട 2 പൊരിച്ചെടുത്തിട്ടുണ്ട്. അതെങ്ങനെയാ വെച്ചാൽ അവന് ഉപ്പും ഇതൊക്കെ ഇട്ടിട്ട് അവൻ തന്നെ മിക്സ് ചെയ്തിട്ട് അവനുള്ളത് അവനാണ് കൊടുത്തിട്ട് ഇനി ബാക്കി മിഞ്ഞപ്പോൾ വീഡിയോ എടുക്കാനായപ്പോഴേക്ക് എന്താ നമ്മളെ ഫോണിലാണെങ്കിൽ ചാർജും ഇല്ല. അപ്പം ഇനി കുറച്ച് നേരം ഫോണിൽ ചാർജ് ആയിട്ട് വിചാരിച്ചാൽ അവനില്ല ആദ്യം കൊടുക്കുക. അപ്പം ഇങ്ങൾക്ക് മിന്നേക്ക് ആകുമ്പോഴേക്ക് എന്താ ഫോണിലൊക്കെ ചാർജ് ആയിക്കോളും വിചാരിച്ചിട്ട് അങ്ങനെ 2 കാടമുട്ട ഇട്ടാണ്ട് എന്താ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കേട്ടോ. ഇതുമോന് ഉപ്പും ഇതൊക്കെ ആക്കി മിക്സ് ചെയ്ത് ബീറ്റർ കൊണ്ടൊക്കെ മിക്സ് ചെയ്ത് അവൻ തന്നെ ചെയ്ത് പിന്നെ ഞാനെടുത്ത് പൊരിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അവനൊന്നും ഇട്ടെടുത്തിട്ടില്ല. അങ്ങനെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഞാനിത് നന്നാക്കി ബീറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ എന്താ ആലോചിച്ചത്, ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ നേരിട്ട് ഉള്ളി വാട്ടണോ അങ്ങനെ വെളിച്ചെണ്ണയിലിട്ട് വാട്ടണോ അങ്ങനെ ഒരു തപ്പിക്കൊടുത്തോ അതോ ഇതിലേക്ക് തന്നെ ഇങ്ങനെ ഇട്ടാൽ മതി എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അത് ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുഴുവനായിട്ടൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ഒരു 2-3 ചെറുതാക്കി കഷ്ണാക്കി അത് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതാ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചെടുക്കുക. അപ്പോൾ ഇത് ജിതുമോനെ പൊരിച്ചെടുത്തതിന് ചട്ടീന് കേട്ടോ. അപ്പോൾ അത് കേക്കിയിട്ടില്ല എന്താന്ന് വിചാരിക്കട്ടെ. അപ്പോൾ അത് പൊരിച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്താ പറയുക ഇതിനെ ഇങ്ങനെ മുളകും ഉള്ളിയൊക്കെ ഇട്ടുകാണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അതാ എണ്ണയൊക്കെ നന്നാക്കി വെളിച്ചെണ്ണയൊക്കെ നന്നാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ഇതാ ആദ്യം ഉള്ളി നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളിയും പച്ചമുളകും ഒരു 2-3 എന്താ കഷ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞാണ്ട് 2-3 കഷ്ണം എരിവ് ഏറിയ വെളുക്കും അധികം പറ്റൂല. അങ്ങനെ ഈ നന്നാക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതാക്കി വെച്ച എന്താ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട കാടൻ്റെ മുട്ട കേട്ടോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നാക്കി ഇത് വാടിയതിന് ശേഷം കേട്ടോ. അപ്പോൾ അവളവിടെ കറന്നിട്ടുണ്ട്. അവൾക്ക് ക്ഷീണം ഇതൊക്കെയാണ്. അപ്പോൾ ആയോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ വീഡിയോ എടുക്കും വേണം. പിന്നെ ഒന്നാണെങ്കിൽ ഒരു കണ്ടന്റും കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ അത് വാടിയതിന് ശേഷം നമ്മൾ ഇതാക്കി വെച്ച ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നാക്കി വേണമെങ്കിൽ അപ്പോൾ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും എനിക്കാണെങ്കിൽ കാടമുട്ട ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും നോക്കാനൊന്നും വരലില്ല കേട്ടോ. നമ്മളാണ് ഉണ്ടാക്കി കൊടുക്കുന്നല്ലാതെ ഇഷ്ടമില്ലാത്ത സംഗതിക്കൊന്നും ടേസ്റ്റ് നോക്കാനേ പോകാറില്ല. എന്നാൽ പിന്നെ അതിൽ ഉപ്പൊന്നും അങ്ങനത്തതൊന്നും ഇങ്ങനെ ഏറാറൊന്നുമില്ല. അങ്ങനെ ഞാനാണെങ്കിൽ എന്തും അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ടേസ്റ്റ് നോക്കാൻ ഭയങ്കര മതിയാണ്. പിന്നെ നോക്കുക അപ്പം എല്ലാവരും പറഞ്ഞു ചെയ്യുക വെറുതെ നോക്കിയാൽ മതി അങ്ങനെ നോക്കിയാൽ മതി. അങ്ങനെ എനിക്ക് അങ്ങനത്തെ ഇതൊന്നുമില്ല. ചിലപ്പോൾ പിന്നെ അങ്ങനെ വീഡിയോയിലൊക്കെ ഇടുമ്പോൾ കാണുന്നുണ്ട് എന്നല്ലാതെ എനിക്കിഷ്ടമല്ല അങ്ങനെ നോക്കുന്നത് കേട്ടോ. പിന്നെ അത് മാതിരി പല പ്രശ്നവും ഇതൊക്കെ ഉണ്ടാവും ചെയ്യും. ഉപ്പില്ല എന്നൊക്കെയാണ്. പക്ഷെ അതിൻ്റെ അത് ഉണ്ടാവലൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഉപ്പ് ഏറാറില്ല. അതുകൊണ്ട് വേണ്ടി നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ അങ്ങനെയാണ്. അപ്പോൾ അതാ അവൾക്കുള്ള മുട്ട ഞാൻ പൊരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവളോട് കഴിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറ്റുന്നുണ്ട്. പിന്നെ ഒന്നാമത് മുട്ടൻ്റെ ഒരു കാടൻ മുട്ടൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും എനിക്ക് വലിയൊരു ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് ടേസ്റ്റ് നോക്കാനും വന്നിട്ടില്ല. അപ്പോൾ അവളോട് ചോദിച്ചപ്പോൾ അവൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവൾ ഫുഡും കൂട്ടി ചോറും കൂട്ടി എന്താ ഒക്കെ കഴിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തിയിരിക്കും. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ. താങ്ക് യു.